Second law of thermodynamics. We have already seen zeroth law and first law of thermodynamics. This next is second law. Second law has too many statements and we have to study two statements. First one is Kelvin statement. Kelvin's statement ആണ് നമ്മൾ പഠിക്കുന്നത്. സെക്കൻഡ് ലോയ്ക്ക് തന്നെ പല സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വാസ് മെയ്ഡ് ബൈ കെൽവിൻ and it is known as Kelvin statement. It is impossible, a statement ആണ് പറയുന്നത്, it is impossible to derive a continuous supply of energy by cooling a body below coldest of its surroundings. ഇതൊരു എഞ്ചിൻ്റെ വർക്കിംഗ് ആണ് പറയുന്നത്. ഹീറ്റ് എഞ്ചിൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജിയാണ്. എങ്ങനെയാണ് ആ മെക്കാനിക്കൽ എനർജി നമുക്ക് കിട്ടുന്നത്? നമ്മൾ ഹോട്ട് ബോഡിയിൽ നിന്ന് എനർജി കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഹോട്ട് ബോഡിയിൽ നിന്ന് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു, കുറച്ച് എമൗണ്ട് വർക്കാക്കി കൺവേർട്ട് ചെയ്യുന്നു, ബാക്കിയുള്ള എനർജി സിങ്കിലേക്ക് റിജക്റ്റ് ചെയ്യുന്നു. ടു മേക്ക് ദിസ് പ്രോസസ് പോസിബിൾ ദർ ഷുഡ് ബി ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. സോഴ്സും സിങ്കും തമ്മിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഈ പ്രോസസ്സ് നടന്ന് നമുക്ക് മെക്കാനിക്കൽ എനർജി ഗെയിൻ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എത്ര സൈക്ലിക് പ്രോസസ്സാണ്, ഇത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ പറ്റും? ഹോട്ട് സോഴ്സിൽ നിന്ന് എനർജി പോകുന്തോറും ഹോട്ട് സോഴ്സിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിങ്കിലേക്ക് ടെമ്പറേച്ചർ കൊടുക്കും തോറും അല്ലെങ്കിൽ സറൗണ്ടിങ്സിലേക്ക് ടെമ്പറേച്ചർ ഹീറ്റ് കൊടുക്കും തോറും സറൗണ്ടിങ്സിൻ്റെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഡിഫറൻസ് എന്നുള്ളത് സോഴ്സും സറൗണ്ടിങ്സും അല്ലെങ്കിൽ സോഴ്സും സിങ്കും തമ്മിലുള്ള ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ കുറഞ്ഞ് ഇല്ലാണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രാൻസ്ഫർ നടക്കില്ല. ദെൻ വി കനോട്ട് ഒബ്റ്റെയിൻ എനർജി ഓർ മെക്കാനിക്കൽ എനർജി ഫ്രം ദാറ്റ് എൻജിൻ. അപ്പോൾ ദിസ് ലോ ഗിവ്സ് എ ലിമിറ്റേഷൻ ഫോർ ദി കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു വർക്ക്. സെക്കൻഡ് ലോ ഒരു ലിമിറ്റേഷൻ ആണ് പറയുന്നത്, എത്രത്തോളം നമുക്കൊരു എൻജിൻ വർക്ക് ചെയ്ത് മെക്കാനിക്കൽ എനർജി ഡിറൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ലിമിറ്റേഷനാണ് സെക്കൻഡ് ലോൻ്റെ കെൽവിൻ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. എക്സ്പ്ലനേഷൻ: ഇൻ ഹീറ്റ് എൻജിൻ മെക്കാനിക്കൽ വർക്ക് ഇസ് ഡിറൈവ്ഡ് ഡ്യൂ ടു ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം ഹോട്ടർ സോഴ്സ് ടു കോൾഡർ സിങ്ക്. ഹീറ്റ് എൻജിനിൽ മെക്കാനിക്കൽ വർക്ക് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ മൂലമാണ് ഫ്രം ദി ഹോട്ടർ സോഴ്സ് ടു കോൾഡർ സിങ്ക്. ഹെൻസ് ടു കൺവേർട്ട് ഹീറ്റ് ഇൻ ടു വർക്ക് എ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഇസ് എസെൻഷ്യൽ. ഹീറ്റിനെ വർക്കാക്കി കൺവേർട്ട് ചെയ്യാൻ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ സോഴ്സും സിങ്കും തമ്മിൽ അല്ലെങ്കിൽ സോഴ്സും സറൗണ്ടിങ്സും തമ്മിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് അത്യാവശ്യമാണ്. ആസ് എൻ എൻജിൻ അബ്സോർബ്സ് ഹീറ്റ് ഫ്രം ദി ഹോട്ട് സോഴ്സ് ദ ഹോട്ട് ബോഡി സഫേഴ്സ് fall in temperature. ഹോട്ട് ബോഡിയിൽ നിന്ന് ഹീറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഹോട്ട് ബോഡിയുടെ ടെമ്പറേച്ചർ കുറയും. ആൻഡ് വിൽ ബിക്കം കോൾഡ് ആസ് ഇറ്റ്സ് സറൗണ്ടിങ്സിൻ്റെ ടെമ്പറേച്ചറിനൊപ്പമാകും. therefore no heat flow is possible and no work can be derived. ടെമ്പറേച്ചർ സറൗണ്ടിങ്സിന് ഈക്വൽ ആയി കഴിഞ്ഞാൽ, സോഴ്സിൻ്റെ ടെമ്പറേച്ചറും സറൗണ്ടിങ്സിൻ്റെ ടെമ്പറേച്ചറും ഈക്വൽ ആയി കഴിഞ്ഞാൽ ഹീറ്റ് ഫ്ലോ പോസിബിൾ അല്ല. therefore we cannot obtain any work from that source engine. Second law gives limitation of conversion of heat into work. Second law ഈ ഹീറ്റിനെ വർക്കാക്കി കൺവേർട്ട് ചെയ്യാം എന്നതിൻ്റെ ലിമിറ്റേഷനാണ് തരുന്നത്. കെൽവിൻ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടി വായിക്കാം. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറൈവ് എ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് എനർജി by cooling a body below coldest of its surroundings. So this gives the limitation of the working of an engine. എൻജിൻ്റെ വർക്കിങ്ങിൻ്റെ ലിമിറ്റേഷൻ ആണ് സെക്കൻഡ് ലോ തരുന്നത്. ഇനി ഇതിന് വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയുണ്ട്. ക്ലോഷ്യസ് കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ സെൽഫ് ആക്ടിംഗ് മെഷീൻ വർക്കിംഗ് ഇൻ എ സൈക്ലിക് പ്രോസസ് unaided by an external agency to transfer heat from a body at lower temperature to a body at higher temperature. നേരത്തെ പറഞ്ഞ അതേ
കാര്യം തന്നെ മറ്റൊരു രീതിയിൽ ക്ലോഷ്യസ് സ്റ്റേറ്റ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ഫോർ സെക്കൻഡ് ലോ. സെക്കൻഡ് ലോ തന്നെ മറ്റൊരു രീതിയിൽ സ്റ്റേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സെൽഫ് ആക്ടിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഏജൻസി ഇല്ല. വർക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ഏജൻസി ഇല്ലാത്തൊരു കേസാണ് സെൽഫ് ആക്ടിങ് മെഷീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. It is impossible for a self-acting machine working in a cyclic process unaided by an external agency to transfer heat from a body at lower temperature to a body at higher temperature. അപ്പോൾ എൻജിൻ്റെ കേസിൽ, ഹീറ്റ് എൻജിൻ്റെ കേസിൽ നമ്മൾ വർക്കിംഗ് പറഞ്ഞത് സൈക്ലിക് റിവേഴ്സിബിൾ പ്രോസസ്സ് ആണ്. അപ്പോൾ അതിന് ഹീറ്റ് സോഴ്സിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്ത് സിങ്കിലേക്കാണ്, ഹോൾഡർ ബോഡിയിലേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന റിവേഴ്സ് പ്രോസസ്സാണ്. അതായത് സിങ്കിൽ നിന്ന് ഹീറ്റ് എടുത്ത് ഹോട്ട് സോഴ്സിലേക്ക് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്ന പ്രോസസ്സ്. ആ പ്രോസസ്സ് ഒരു സെൽഫ് ആക്ടിങ് മെഷീനിന് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ for a self-acting machine working in a cyclic process unaided by external agency to transfer heat from a body at lower temperature to a body at higher temperature. Or Clausius statement can be stated in another way, that is, heat cannot flow by itself from colder body to hotter body. ഹീറ്റിന് ഒരു എക്സ്റ്റേണൽ സഹായം ഇല്ലാതെ കോൾഡർ ബോഡിയിൽ നിന്ന് ഹോട്ടർ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ദീസ് ആർ ദ സ്റ്റേറ്റ്മെന്റ്സ്, കെൽവിൻസ് ആൻഡ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ സെക്കൻഡ് ലോ ചോദിച്ചിട്ടുണ്ട്, മാർക്ക് അല്പം കൂടുതലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ മതി, കെൽവിൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. ഇനി മാർക്ക് കൂടുതലുള്ള ഒരു പാർട്ടിലാണ് അത് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ സെക്കൻഡ് ലോ മുഴുവൻ എഴുതുക. കെൽവിൻ സ്റ്റേറ്റ്മെന്റും അതിൻ്റെ എക്സ്പ്ലനേഷനും ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റും കംപ്ലീറ്റ് എഴുതുക. അപ്പോൾ ഇതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഹീറ്റ് കനോട്ട് ബി ട്രാൻസ്ഫേർഡ് ഫ്രം എ കോൾഡ് ടു ഹോട്ടർ ബോഡി. കോൾഡ് ബോഡിയിൽ നിന്ന് ഹോട്ടർ ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. നെക്സ്റ്റ് ഇസ് കാർനോട്ട്സ് എൻജിൻ ആൻഡ് റെഫ്രിജറേറ്റർ. എൻജിൻ്റെയും റെഫ്രിജറേറ്ററിൻ്റെയും വർക്കിംഗ് പറയുകയാണ്. കാർനോട്ട് സൈക്കിൾ നമുക്കറിയാം, ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ എൻജിൻ. കാർനോട്ട് സൈക്കിൾ ഇസ് റിവേഴ്സിബിൾ. കാർനോട്ട് സൈക്കിളിൽ 4 പ്രോസസ്സാണ് ഉണ്ടായിരുന്നത്: ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ ആൻഡ് അഡിയബാറ്റിക് കംപ്രഷൻ. അപ്പോൾ ഈ 4 പ്രോസസ്സ് ചേർന്നതാണ് നമ്മുടെ കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ സൈക്കിൾ. ആ സൈക്കിൾ എന്ന് പറയുന്നത് കാർനോട്ട് സൈക്കിൾ റിവേഴ്സിബിൾ ആണ്. എല്ലാ പ്രോസസ്സും കാർനോട്ട് സൈക്കിളിൽ റിവേഴ്സിബിൾ ആണ്. അതായത് വാട്ട് ഈസ് ദ വർക്കിംഗ് ഓഫ് എ ഹീറ്റ് എൻജിൻ? ഹീറ്റ് എൻജിൻ എന്താ ചെയ്യുന്നത്? ഇവിടെ ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. There is a hot body at a temperature T1 Kelvin. There is another body, that is cold body, at a temperature T2 Kelvin. അതായത് സോഴ്സും സിങ്കും. And the engine absorbs heat Q1 from the hot body and convert an amount of heat into work, W. W is the amount of heat converted into work ആണിത്. Then remaining part Q2 is rejected to the sink. Q2 സിങ്കിലേക്ക് റിജക്റ്റും ചെയ്തു. And we know the temperature of sink is less than that of source. T2 is less than T1. ഇനി this is reversible. ഈ പ്രോസസ്സ് റിവേഴ്സിബിൾ ആണ് കാർനോട്ട് സൈക്കിൾ. That is, it can absorb heat from the Q2 from the sink. സിങ്കിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യാം. എന്നിട്ട് അപ്പോൾ ഈ പ്രോസസ്സിന് നമുക്കൊരു വർക്ക് ആവശ്യമുണ്ട്, എക്സ്റ്റേണൽ വർക്ക്.
The external agency should supply this W amount of work to this system. W amount of work ഇതിലേക്ക് കൊടുക്കുന്നു. Then heat Q1 is rejected to hot source at temperature T1. This is the reverse cycle. Carnot's engine reverse cycle possible ആണെന്നാണ് പറഞ്ഞത്. All the processes are reversible. Therefore, this is the reverse process. And അപ്പോൾ ഹീറ്റ് ഒരു കോൾഡർ ബോഡിയിൽ നിന്ന് ഹോട്ടർ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ്. പക്ഷെ ഈ പ്രോസസ്സിന് ഒരു എക്സ്റ്റേണൽ വർക്ക് സപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ദിസ് പ്രോസസ് ഈസ് ദ വർക്കിംഗ് ഓഫ് റെഫ്രിജറേറ്റർ. ഒരു റെഫ്രിജറേറ്ററിന്റെ വർക്കിംഗ് എന്താണ്? ഒരു ഫ്രീസർ, ഇപ്പോൾ ലോ ടെമ്പറേച്ചറിലുള്ള ഫ്രീസറിൽ നിന്ന് ഹീറ്റ് എടുത്തിട്ട് സറൗണ്ടിങ്സിലേക്ക് ഹീറ്റ് റിജക്ട് ചെയ്യുന്ന പ്രോസസ്. That is the working of refrigerator. For this we will supply energy. അല്ലേ, വർക്ക് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടി വരും ഈ പ്രോസസ് നടക്കണം എന്നുണ്ടെങ്കിൽ. This is given by this W. Therefore, this is a refrigerator and it is known as Carnot's refrigerator. Carnot's engine working in reverse cycle can transfer heat from cold to hotter body. For this, an amount of work should be supplied. ഈ പ്രോസസ്, ഈ കാർനോട്ട്സ് പ്രോസസ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഏജൻസി, റെഫ്രിജറേറ്റർ എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായത്തോടുകൂടി മാത്രം നടക്കുന്ന ഒരു പ്രോസസ്സാണ്. സെക്കൻഡ് ലോ പറയുന്നത് എന്താണ്? ഈ എക്സ്റ്റേണൽ ഏജൻസി ഇല്ലാന്നുണ്ടെങ്കിൽ കോൾഡ് ബോഡിയിൽ നിന്ന് ഹോട്ട് ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല. അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, കെൽവിൻ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എന്താണ്? ഈ ട്രാൻസ്ഫർ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ളിടത്തോളം കാലം മാത്രമേ ഈ വർക്കിംഗ് നടക്കുകയുള്ളൂ, എൻജിൻ്റെ വർക്കിംഗ് നടക്കുകയുള്ളൂ.